ഹൈ ദർ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSലുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ HTML കുറേ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബോൾഡിൽ എഴുതുന്നത്, ഇറ്റാലിക്സിൽ എഴുതുന്നത്, അതുപോലെ അണ്ടർലൈൻ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളുള്ള നമ്മൾ HTML പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ CSSൽ നമുക്ക് ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഗ്രേഡിയൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ആക്ച്വലി കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഇതിനു നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് പാരഗ്രാഫ് ടെക്സ്റ്റ്, അതായത് നമ്മളൊരു HTML ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് എന്ത് ടെക്സ്റ്റ് കണ്ടന്റ് എഴുതി കഴിഞ്ഞാലും അതിന് കളർ കൊടുക്കണമെങ്കിൽ കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല. ഫോണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്ച്വലി ഇല്ല. നമ്മൾ നോർമൽ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് കളറിനെയാണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ HTMLയുടെ ഫസ്റ്റ് വേർഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അഫക്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റിനെയാണ്. പിന്നീടുള്ള വേർഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്തു. CSS 3 ആയപ്പോഴത്തേക്കും ഒരുപാട് ഫീച്ചേഴ്സ് വന്നു. പക്ഷേ CSS 1 പോലെ, അതായത് അതിൻ്റെ ഇനീഷ്യൽ വേർഷൻ ഓഫ് CSSലുള്ള പോലെ തന്നെ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ടെക്സ്റ്റ് കളറിന് തന്നെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ആക്ച്വലി ടെക്സ്റ്റ് കളർ അല്ലെങ്കിൽ ഫോണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല. കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് റിട്ടേൺ കണ്ടൻസ് എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാത്തിനെയും തന്നെ അഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാനിവിടെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഹെഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു പാരഗ്രാഫും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പാരഗ്രാഫും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ബോഡി ടാഗിന് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ഈ പേരൻറ്റ് ടാഗിനാണ് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഹെഡിങ്ങിൻ്റെയും പാരഗ്രാഫിൻ്റെയും പേരൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബോഡി ടാഗാണ്. ഓക്കെ, സോ ബോഡി ടാഗിന് ഞാൻ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഡിഫോൾട്ടായിട്ട് കളറുണ്ട്. ഞാൻ ജസ്റ്റ് ബ്ലൂ വയലറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോഡി ടാഗിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ടാഗ്സിൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഹെഡ്, അതുപോലെ ഈ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സിൻ്റെ എല്ലാത്തിൻ്റെയും കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, സോ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നത് ആ ഒരു എൻറ്റയർ പേജിനെ അഫക്റ്റ് ചെയ്ത് ബോഡി ടാഗ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എൻറ്റയർ പേജിനെ അഫക്റ്റ് ചെയ്യും. പേജിലുള്ള എല്ലാ കണ്ടൻസിൻ്റെയും റിട്ടേൺ ടെക്സ്റ്റ് കണ്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബട്ട് ആക്ച്വലി ഇത് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിൻ്റെ അകത്ത് വരുന്ന പ്രോപ്പർട്ടീസാണ്. ഓക്കെ, ഇപ്പം നമ്മൾ HTML ഫോർമാറ്റിംഗ് അണ്ടർലൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു, അത്തരമുള്ള ഒരുപാട് ബോൾഡിൽ എഴുതുന്നു, ഇറ്റാലിക്സിൽ എഴുതുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ HTML സെക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേ രീതി തന്നെയാണ് ഇവിടെ CSSലും. പക്ഷേ നമ്മളിവിടെ സ്റ്റൈൽസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, HTML ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് CSS വെച്ചും ചെയ്യാൻ സാധിക്കും. ബട്ട് അവിടെ ടാഗ്സ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ബോൾഡിലൊക്കെ എഴുതണമെങ്കിൽ ടാഗ്സ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതുപോലെ തന്നെ ഇറ്റാലിക്സിൽ എഴുതണമെങ്കിൽ ടാഗ്സ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഐ ടാഗ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, അത് നമുക്ക് CSS വെച്ചും പോസിബിൾ ആണ്. ഓക്കെ, എനിവേ അത് HTML തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കാരണം CSS നമ്മൾ കുറേയും കൂടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതും ഇതും കൺഫ്യൂഷൻ ആകാതിരിക്കാനും നമ്മൾ ഈ CSSലുള്ള പ്രോപ്പർട്ടീസ് തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, സോ ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതായത് ബോൾഡ്, ഇറ്റാലിക്സ് എന്ന കാര്യങ്ങളൊന്നും ഞാൻ CSSലേക്ക് കടക്കുന്നില്ല. HTML വെച്ച് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ എന്ന പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഒരു നമ്മൾ ബോക്സോ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സെൻട്രൽ സൈഡിൽ കൊണ്ടുപോയി സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് അലൈൻ്റെ ഈ ഒരു കണ്ടന്റ്, അതായത് ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്തു. ഇപ്പോൾ ആക്ച്വലി റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ അറബിക് പോലത്തെ ഫോൺസ് ഒക്കെ എഴുതുവാണെങ്കിൽ സാധാരണ അത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അതായത്
ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറബിക്കിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടി അങ്ങനത്തെ വരത്തില്ല, നമ്മൾ CSS വെച്ച് അങ്ങനെ കൊടുക്കണം. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ CSS വെക്കാനായിട്ട് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം ഇവിടെ ബോഡി ടാഗിൻ്റെ അകത്ത് ഞാൻ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാരഗ്രാഫ് ടാഗിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഓക്കെ, പാരഗ്രാഫ് ടാഗ് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീൻ്റെ അകത്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ ആൾറെഡി ഇപ്പോൾ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, അതായത് ഈ സൈഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് റൈറ്റിലേക്ക് മാറ്റാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ റൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണ ഈ ഒരു സൈഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇപ്പം എന്താണ് ഈ ഒരു സൈഡിൽ നിന്നാണ്, അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഡീഫാൾട്ടായിട്ട് അത് ലെഫ്റ്റിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇനീഷ്യലി എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, ഇനി ടെക്സ്റ്റ് അലൈൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന സെൻറ്ററിലാണ്. നമുക്ക് വേണമെങ്കിൽ ഹെഡിങ്ങിനും അതുപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡിങ് സെൻട്രൽ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഗ്രാഫ് നമുക്ക് സെൻറ്ററിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളിപ്പോൾ 3 പ്രോപ്പർട്ടി പഠിച്ചു, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. ഓക്കെ, ഇനി ടെക്സ്റ്റ് അലൈന് മറ്റൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, അതാണ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനിവിടെ ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് അതുപോലെ തന്നെ ലീവ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലൈന്, അതായത് ഈ ഒരു ലൈനും ഒരേ സ്ഥലത്തല്ല. നമ്മൾ സ്റ്റാർട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ 3 ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ലൈനിൽ തന്നെയാണ്, അതായത് 3 ലൈനും ഓർഡറായിട്ട് ആ ലൈനിൻ്റെ സ്റ്റാർട്ടിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈന് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്, രണ്ടാമത്തേത് കുറച്ച് കയറി ഇങ്ങോട്ടാണ് എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ലൈൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ബാധകമല്ല. ലാസ്റ്റ് ലൈന് വേണ്ടി നമ്മൾ വേറെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കണം. ഓക്കെ, നമ്മളിനി മൾട്ടിപ്പിൾ ലൈൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ ലൈനിൽ തന്നെ ആക്കണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. ഇവിടെ 3 ലൈന് 3 സ്ഥലത്താണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് അല്ല എൻഡ് ചെയ്യുന്നത്. അത് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്, ഇവിടെ കുറേ കൂടെ കൂടുതൽ സ്പേസ് ഉണ്ട്, ഇവിടെ വളരെ കുറച്ച് സ്പേസിങ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു സ്പേസിങ് ഒഴിവാക്കി എല്ലാം ഒരേ രീതിയിൽ തന്നെ ഒരേ ലൈനിൽ തന്നെ എൻഡ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അതുപോലെ തന്നെ എൻഡിങ്ങും കൊണ്ടുവരാനായിട്ടാണ് ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ജസ്റ്റിഫൈ എന്ന് ഉപയോഗിച്ച് ഞാൻ സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഇടയിൽ എക്സ്ട്രാ സ്പേസിങ് ആഡ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ആ ലൈൻ എൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് ലാസ്റ്റ് ലൈൻ മാത്രം ബാധകമല്ല. ഓക്കെ, സോ ടെക്സ്റ്റ് അലൈൻ ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, ടെക്സ്റ്റ് അലൈൻ ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഈ ലാസ്റ്റത്തെ ലൈന് മാത്രം ബാധകമല്ല. അങ്ങനെ ലാസ്റ്റത്തെ ലൈന് നമുക്ക് അതേ പ്രോപ്പർട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് അലൈൻ ലാസ്റ്റ് എന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടിട്ട് ലാസ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ലാസ്റ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, സോ ടെക്സ്റ്റ് അലൈൻ ലാസ്റ്റും നമ്മൾ ജസ്റ്റിഫൈ എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ലൈനും ഇതേപോലെ തന്നെ ലാസ്റ്റ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്, അതായത് ആ ഒരു ലൈൻ ഫില്ല് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റിഫൈ മാറ്റി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം, അതായത് ഈ ഒരു സൈഡിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ റൈറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ എഴുതുകയാണെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ സൈനും കാര്യങ്ങളൊക്കെ ഇടുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ്സ് ആണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ടെക്സ്റ്റ് അലൈൻ ലാസ്റ്റിലും ജസ്റ്റിഫൈ കൊണ്ടിരുന്നത്. ടെക്സ്റ്റ് അലൈൻ ലാസ്റ്റിലും ഈ നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ് എല്ലാ പ്രോപ്പർട്ടിയും ബാധകമാണ്. ഓക്കെ, സോ അതും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഈ 2 പ്രോപ്പർട്ടിയും റിമൂവ് ചെയ്യാൻ പോവാണ്. ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജിൻ്റെ ലാൻഡിങ് പേജൊക്കെ ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എഴുതി വയ്ക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. മോസ്റ്റ്ലി നമ്മൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്
ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് റിവേഴ്സിൽ എഴുതാൻ സാധിക്കും. അതായത് ഈ ഒരു എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇത്തരം പ്രോപ്പർട്ടീസ് ഒന്നും സാധാരണ ഉപയോഗിക്കാറില്ല, പക്ഷേ എങ്കിലും ചില ലാംഗ്വേജസിന് വേണ്ടി മാത്രം നമുക്ക് ഡയറക്ഷൻ മാറ്റേണ്ടി വരും. ഉദാഹരണത്തിന് അറബിക് ലാംഗ്വേജസ്. ഓക്കെ, സോ അതിനുവേണ്ടി ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ലാംഗ്വേജസിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ അകത്ത് 2 വാല്യൂസ് ഉണ്ട്. ഓക്കെ, താഴത്തെ വാല്യൂസ് ഒന്നും കാര്യമൊക്കെ കണ്ട, ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇൻഹെറിറ്റ്, ഇനീഷ്യൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീസൊക്കെ അതിൻ്റെ മുകളിലത്തെ പേരൻ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി കോപ്പി ചെയ്യാനൊക്കെയാണ് ഈ ഇൻഹെറിറ്റ് എന്ന് പോലത്തെ പ്രോപ്പർട്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ഫംഗ്ഷനാണ്. ഇതൊന്നും സാധാരണ CSS തങ്ങൾ ഉപയോഗിക്കാറില്ല. എങ്കിലും ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റ് വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ നമ്മൾ SCSS പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കാരണം അവിടെയാണെങ്കിൽ കുറച്ചും കൂടെ CSS ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാലും CSS ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കത്തില്ല. അല്ലെങ്കിൽ CSSൻ്റെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഫ്രെയിം വർക്ക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ബൂട്ട്സ്ട്രാപ്പ്, ടെയിൽ വിൻഡ് അതുപോലത്തെ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് CSS അങ്ങനത്തെ കുറച്ച് CSS കാര്യങ്ങളുണ്ട്. അതിലെനിക്ക് ഉപയോഗിക്കുന്ന SCSS ആയിരിക്കും. കാരണം അത് കുറച്ചും കൂടെ, അതായത് ജാവാ സ്ക്രിപ്റ്റിന് ടൈപ്പ് സ്ക്രിപ്റ്റ് പോലെ ഒരു പ്രീ കമ്പൈലറാണ് SCSS എന്ന് പറഞ്ഞ ലാംഗ്വേജ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ CSS ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണമെന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ടീച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഭൂരിഭാഗവും SCSSലും ഉള്ള പ്രോപ്പർട്ടീസാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല വേറെ ഏത് CSS ഫ്രെയിംവർക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്തും ഈ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ എനിവേ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 പ്രോപ്പർട്ടീസാണ്. ഡയറക്ഷൻ്റെ അകത്ത് 2 പ്രോപ്പർട്ടീസാണ്. LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്, അതുപോലെ RTL എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്. LTR ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി റൈറ്റ് സൈഡിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി RTL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് എന്നാണ് വരുന്നത്. അത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു, അതായത് നമ്മൾ ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച പോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയറക്ഷന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു റൈറ്റിങ്ങിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങൾക്ക് യൂണിക്കോഡ് BDI എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് യൂണിക്കോഡ് BDI എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് BDI ഓവർറൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ, ഒരിടത്തും ഉപയോഗിക്കുന്നില്ലാത്ത പ്രോപ്പർട്ടിയാണ് ഇതൊന്നും. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ CSSൻ്റെ സ്റ്റൈലിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അതായത് ആങ്കർ ടാഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് CSSന് സ്റ്റൈൽ കൊടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ആങ്കർ ടാഗിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അത്തരം കാര്യങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്.